കോൺഗ്രസിൽ കൂടിയാലോചന നടക്കുന്നില്ല എന്ന് കെ മുരളീധരൻ എം പി തുറന്നു പറയുകയാണ്. കെ മുരളീധരൻ എം പിയുടെ തുറന്നു പറച്ചിലുകൾ നമുക്ക് നേരത്തെ ഒക്കെ അറിയാം, പല കാര്യങ്ങളും നമുക്കറിയാം. പക്ഷേ അദ്ദേഹം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി കോൺഗ്രസ് കെട്ടിപ്പടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാലോചന കൂടി എങ്ങനെ പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാമെന്നൊക്കെ പറയുകയാണ്. ദീപക് ധർമ്മടത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെ മുരളീധരന്റെ തുറന്നു പറച്ചിൽ. അതോടൊപ്പം തന്നെ അതിനെ ഇപ്പോൾ രമേശ് ചെന്നിത്തല പിന്തുണച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിയിൽ കൂടിയാലോചനകൾ വേണം, പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് വേണം പ്രവർത്തനം നടത്താനെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അല്ല, പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്, അതിന്റെ തർക്കമൊന്നുമില്ല. പക്ഷെ അതൊന്നും അല്ല ഇവിടെ വിഷയം. ഇപ്പോഴത്തെ വിഷയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ളതാണ്. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങാനുള്ളതാണ്. പ്രവർത്തക സമിതി അംഗങ്ങൾക്കെല്ലാം തരംഗമുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അത് രാഹുൽ ഗാന്ധി മുതൽ എല്ലാവർക്കും ആ ഒരു അനുകൂലമായ തരംഗം നിലനിൽക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് കാണാൻ കഴിയുന്നത് കോൺഗ്രസിന് അനുകൂലമായ ഒരു ചിന്തയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 10 വർഷത്തെ ഭരണം വിലയിരുത്തിക്കൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്ത്യ മുന്നണിക്ക് ഒരു തരംഗം എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. ജേക്കബ് എം മുഹമ്മദ് പ്രേക്ഷകൻ പറയുന്നുണ്ട് കേട്ടോ, മുരളി ചെന്നിത്തല തെക്കും വടക്കും നിന്ന് അലമ്പുണ്ടാക്കാതെ പാർട്ടിക്കൊപ്പം നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്താണ് ഈ ഭിന്നതയൊക്കെ ഉണ്ടാകുമ്പോൾ തർക്കങ്ങളിലൊക്കെ പോകുമ്പോൾ പാർട്ടി പ്രവർത്തകർ കൂടി അടിത്തട്ടിൽ അത് നോക്കി കാണുന്നുണ്ട് എന്ന് നേതാക്കൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ സൗദ്ദേശത്തോടുകൂടി പറയാനുള്ള കാര്യങ്ങൾ പറയുകയും വേണം. പക്ഷെ പറയുകയാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ അവിടെ നല്ല വെയിലാകുമെന്ന് പറയുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ അല്ല, ഇപ്പൊ തന്നെ നല്ല രാവിലത്തെ സൂര്യനാണോ നട്ടുച്ച സൂര്യനാണോ തോന്നുന്ന രീതിയിൽ ഹാഷ്മി പ്രവിധ ചേച്ചി ഒരു കള്ളു സോഡ അടിച്ചാലോ? ഞങ്ങളിവിടെ 2 ദിവസമായിട്ട് കുടിക്കുന്നുണ്ട്. വേണമെങ്കിൽ അതൊരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പൊ എന്താണ് പവിത്ര പാതിരെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾക്ക് പഴയടത്തെ കാണിക്കാൻ മടി, എന്താണ് പാചകപ്പൂരിലേക്ക് പോകാൻ മടി എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മടിയില്ല, ഭക്ഷണം അന്ന വിചാരം മുന്ന വിചാരം ബാക്കി വിചാരം പിന്നെ വിചാരം എന്നാണ്. എന്തായാലും നമ്മൾ പഴയടത്തിന്റെ ഭക്ഷണശാല തുറന്ന ഉടനെ അങ്ങോട്ടൊന്ന് പോകും, അങ്ങോട്ടേക്ക് പോയി കാര്യങ്ങളൊക്കെ നോക്കും. നമ്മൾ ഇനി അടുത്ത വാർത്തയാണോ അതോ നമുക്ക് ബ്രേക്കിലേക്ക് പോകേണ്ടതുണ്ടോ? നമുക്കിനി നമ്മൾ ഈ കലോത്സവ നഗരിയിൽ നിന്ന് വാർത്ത പകുതി പറയുന്നു, ഇടയ്ക്ക് മറ്റു മത്സരാർത്ഥികളെ പല വഴിക്ക് മിസ്സിംഗ് അല്ലേ? അപ്പൊ ദീപക് ധർമ്മടമുണ്ട്. ദീപക്, കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞത് നമ്മളോട് ഈ കാര്യം മാത്രമല്ല, വിനിതയ്ക്കെതിരെ കേസിന്റെ കാര്യം, പോലീസിന്റെ കാര്യം രൂക്ഷമായി കെ മുരളീധരന് വാക്കിന് ഷാർപ്നെസ് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. എന്തായാലും പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളും അതേ ഷാർപ്പോടുകൂടി പ്രതികരിക്കുന്നു. ചെന്നിത്തല അതിനോട് യോജിക്കുന്നു. പക്ഷേ ചെന്നിത്തല പറയുന്നത് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ്, അതിൽ ഒറ്റക്കെട്ടായി നിൽക്കാം എന്ന് പറയുന്നത് പിന്തുണയ്ക്കലാണോ വിയോജിക്കലാണോ? ദീപക്. ആഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചെന്നിത്തലയും മുരളീധരനും തമ്മിലുള്ള വാക്പോരുകളുടെ തുടർച്ചയായി വേണം നമുക്കിതിനെ കാണാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ മുരളീധരൻ നമുക്ക് അനുവദിച്ച അഭിമുഖത്തിൽ വളരെ കൃത്യമായി കെ മുരളീധരൻ മത്സരിക്കുകയാണെങ്കിൽ വടകരയിൽ തന്നെ മത്സരിക്കുള്ളൂ എന്ന് ചെന്നിത്തലയ്ക്ക് ഒരു മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ ചെന്നിത്തല പ്രതികരിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ അതേ സമയത്ത് കൂടിയാലോചനയില്ല പാർട്ടിയിൽ, അത് വലിയ പ്രശ്നമാണ് എന്ന കെ മുരളീധരന്റെ പ്രസ്താവനയെ ചെറുതായി പിന്തുണക്കുന്ന ഭാഷ്യത്തിൽ അത് പറയേണ്ടത് ഇപ്പോഴല്ല, അത് അനവസരത്തിൽ പറഞ്ഞു എന്ന സൂചനയാണ് രമേശ് ചെന്നിത്തല നൽകിയത്. കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ബാക്കിയെല്ലാം മാറ്റിവെച്ച് കോൺഗ്രസിന്റെ UDFന്റെ വിജയത്തിന് വേണ്ടി പോകണമെന്ന് പറയുന്നു. മറ്റൊരു കാര്യം, നേരത്തെ തന്നെ നമ്മൾ ചോദിച്ച കാര്യം മുരളീധരൻ വളരെ കൃത്യമായി പറഞ്ഞു, തരൂർ തരംഗമില്ല എന്നുള്ളത്. അതിനോടൊപ്പം നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തല പറയുന്നത് ഇപ്പോഴുള്ള തരംഗം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് എന്നുള്ളതാണ്. തരൂരിനെ കുറിച്ച് പരാമർശിക്കാതെയാണ് അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ഏതായാലും ഇന്നലെ കെ മുരളീധരന്റെ ഈ അഭിമുഖത്തോടുകൂടി കോൺഗ്രസ് നേതൃതലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ച, രാഷ്ട്രീയകാര്യ സമിതി കൂടാതെ മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാർട്ടിയെ ആകെ നയിക്കുക, മുൻ പ്രസിഡന്റുമാരെ ഒപ്പം നിർത്തി കൂടിയാലോചനകൾ, ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതിന്റെ ചർച്ച കൂടുതൽ സജീവമായി. അത് മേൽത്തട്ടിൽ മാത്രമല്ല അടിത്തട്ടിൽ പോലും. കെ മുരളീധരൻ ഈ അണികളിൽ സ്വാധീനമുള്ള ഒരു നേതാവാണ്, ലീഡറുടെ മകൻ എന്നുള്ള നിലയിൽ ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ കെ മുരളീധരന്റെ ഇന്നലത്തെ ഈ തുറന്നു പറച്ചിൽ, 24ന്റെ ആൻസർ പ്ലീസിലെ തുറന്നു പറച്ചിൽ കോൺഗ്രസിനകത്ത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ആഷ്മി, പ്രവിധ, എങ്ങനെയുണ്ട് കൊല്ലത്തെ കാര്യങ്ങൾ? കൊല്ലത്ത് ഗംഭീരം. കൊല്ലത്ത് ആശ്രാമത്ത് വളരെ ഗംഭീരമായ കാര്യങ്ങൾ മുന്നോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ 9:30 ആകുമ്പോഴേക്കാണ് മത്സരങ്ങൾ തുടങ്ങുക. അതുവരെ വലിയ ആളില്ലെങ്കിൽ കൂടി ആളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് കലോത്സവ പതാകയുടെ തൊട്ടു താഴെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിവിടെ കാണാം, ഇവിടെ ഓരോ കലശങ്ങളിൽ
ഈ നാടിന്റെ മൺമറഞ്ഞു പോയ മഹാപ്രതിഭകളുടെ ചിത്രമൊക്കെ ഇങ്ങനെ ആലേഖനം ചെയ്യുന്നു. രവീന്ദ്ര മാഷുണ്ട് ഇവിടെ, കാക്കനാടനുണ്ട്, മുരളിയുണ്ട്, അവിടെ ONV ഉണ്ട്. അങ്ങനെ 24 വേദികളുടെ പേരിൽ മൺമറഞ്ഞു പോയ കൊല്ലത്തിന്റെ അല്ല, നാടിന്റെ, കേരളത്തിന്റെ, മലയാളത്തിന്റെ മഹാതലപ്പൊക്കങ്ങളുടെ പേരുകളാണ്, അവരുടെ സ്മൃതികളാണ് ഓരോ വേദിക്കും. അപ്പോൾ അവരെ കൂടി ഒരിക്കൽ കൂടി ഓർക്കുക എന്നുള്ള വലിയ ഉദ്ദേശം അതിലുണ്ട്. നല്ല ഉദ്ദേശമാണ്. അപ്പോൾ അങ്ങനെ കലശങ്ങളൊക്കെ ഒരുക്കി, അങ്ങനെ കലശങ്ങളിൽ വീരേന്ദ്ര മാഷൊക്കെ ഉണ്ട് അവിടെ വീരേന്ദ്ര മാഷ് അടക്കം, സാംബശിവൻ അടക്കമുള്ള കലാകാരന്മാർ, സാംസ്കാരിക പൈതൃകങ്ങൾ, ഇവരൊക്കെ നമ്മുടെ അഭിമാനങ്ങളാണ് കേട്ടോ.